എന്നുള്ളത് തെറ്റാണ്. ജലം പണമാണ്. അത്രയും പ്രധാനമാണ് ജലം. ഇത്രയും ടെക്നോളജി വളർന്നു. 3G 4G 5G ആണ്, ഇൻ്റർനെറ്റാണ് എന്ന് വെച്ച് ഇൻ്റർനെറ്റിൽ 1 ലിറ്റർ വെള്ളം ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ്. അത് മനസ്സിലാകുകയാണെങ്കിൽ ഓരോ വരൾച്ചയിലും ഓരോ വെള്ളപ്പൊക്കത്തിലും വാട്ടർ മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. കരിമ്പന വളർത്തൽ എന്നുള്ളത് ഇപ്പോൾ 2015 നമ്മുടെ പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ 1500 പനവിത്തുകൾ നട്ടതിൽ 300 പനവിത്തുകൾ മുളച്ചില്ല. 1200 പനകൾ 7 അടി മുളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം പനംകൂട്ടം എന്നുള്ള ഈ സംവിധാനം ജില്ല ഫുള്ളുമുള്ള ഈ പനവിത്ത് നടുന്നവരെയെല്ലാം ഒന്നിച്ച് ഒരു വലിയൊരു പ്രോജക്റ്റായിട്ട് പന യജ്ഞം പോലെ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പനവിത്ത് നട്ടാൽ എന്ത് കിട്ടും, എന്നെ കിടക്കും, എന്നെ ബെനിഫിറ്റ് എന്നുള്ള വാക്ക് എല്ലാ ഭാഷയിലും ഉണ്ട്. ഇപ്പോൾ പനവിത്ത് നട്ടാൽ എന്ത് കിട്ടും, എന്നെ കിടക്കും, ഇപ്പോൾ ഒന്നും കിട്ടില്ല കാലങ്ങൾക്ക് ശേഷം. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷേ ആ വാക്കിലൊരു പൊള്ളത്തരമുണ്ട്. ഇന്നും കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 35 വർഷത്തിൽ നമ്മൾ ജൂൺ 5-ന് നട്ട തൈകളെല്ലാം മരങ്ങളായിട്ടുണ്ടെങ്കിൽ ഇപ്പം തൈ നടാൻ സ്ഥലം ഉണ്ടാകില്ല. അതിലെന്തോ ഒരു പാളിച്ചയുണ്ട്. കാരണം ഒരു മരത്തൈ നട്ടാൽ അത് 5 വർഷം പരിപാലിക്കണം. അത് നമ്മൾ പരിപാലിക്കാറില്ല. അടുത്ത വർഷവും അതേ സ്ഥലത്താണ് തൈ നടുന്നത്. അത് വലിയൊരു പാളിച്ചയാണ്. പക്ഷെ കരിമ്പന വിത്ത് നട്ടാൽ അത് നമ്മൾ പരിപാലിക്കണ്ട. ഒരു പഴം അതിനുള്ളിൽ 3 വിത്തുകൾ ഉണ്ടാവും. അത് പുറത്തെടുത്താൽ ആമക്കുഞ്ഞു പോലെ ഉണ്ടാവും. അതിന് ഇങ്ങനെ വെച്ചാൽ ആൺപന, ഇങ്ങനെ വെച്ചാൽ പെൺപന. അത് നട്ട് കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് 2 ഇല വരും. 2 ഇല വന്നു കഴിഞ്ഞാൽ അത് പിടുങ്ങിയെടുക്കണമെങ്കിൽ JCB വേണം. അത് തന്നെ വന്നോളും. നമ്മുടെ പരിപാലനം ആവശ്യമില്ല. അതാണല്ലോ നമുക്കും ആവശ്യമുള്ളത്. അപ്പം കരിമ്പനകൾ നടാം. കരിമ്പനകൾ നമ്മുടെ തലമുറകൾക്ക് ഭൂഗർഭജലം. കാരണം ജലം എന്നുള്ളത് അമൂല്യമാണ്, ജീവനാണ്, പണമാണ്, എല്ലാമാണ്. ജലം എന്നുള്ളതിനെ ഭൂമിക്കുള്ളിൽ നിന്നും മാത്രം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. വാനത്തിലിരുന്നും തേട വേണ്ടും. നമ്മുടെ സമകാലത്തിൽ ജീവിച്ച നമ്മാൾവാർ എന്നുള്ള ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ തന്നെ നമ്മൾ അറിയാതെ പോയി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഭാരതരത്ന ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് തന്നെ കരിമ്പനയുടെ മഹത്വവും പറഞ്ഞു. നമ്മൾ അപ്പോൾ മനസ്സിലാക്കിയില്ല. കരിമ്പന നട്ടവരെ കളിയാക്കി പരിഹസിച്ചു. അതിൻ്റെ ശാസ്ത്രീയ വശം അറിയാത്തത് കൊണ്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു നടന്നു. പക്ഷേ ഇപ്പോൾ നീഡ് ഓഫ് ദി അവർ, കരിമ്പന നടേണ്ടത് ഇവിടുള്ള ഓരോ ജനങ്ങൾക്കും കടമയാണ്. കാരണം ജലം ജീവനാണ്, ജലം അമൂല്യമാണ്, ജലം പണമാണ്. ഭൂഗർഭജലം ഇല്ലാതായ പാലക്കാട് ജില്ലയുടെ ഈ ഭൂപ്രദേശത്തിൻ്റെ താഴോട്ട് ഇപ്പോൾ വാക്വവുമാണ്. ഈ വാക്വം വെള്ളം കൊണ്ട് റീചാർജ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിച്ചേ തീരും. അതെ, 1900 ഫെബ്രുവരി 8 പുലർച്ചെ അതിരാവിലെ 3:11 തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും